ഗംഭീറിന്റെ ശിക്ഷണത്തിന് കീഴിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആദ്യ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഒരുങ്ങുകയാണ്. ബംഗ്ലാദേശിനെതിരായ 2 മത്സര ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയാണ് ഗൗതം ഗംഭീർ, ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കൂട്ടുകെട്ടിന്റെ ആദ്യ പോരാട്ടവേദി. രാഹുൽ ദ്രാവിഡ് മുഖ്യ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ ശേഷം രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ തുടങ്ങിയ പ്രമുഖർ കളിക്കളത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് വേണ്ടി ചെന്നൈയിൽ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി തുടങ്ങിയ ടീം അംഗങ്ങൾ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. സെപ്റ്റംബർ 19 മുതലാണ് ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റ് പോരാട്ടം നടക്കാൻ പോകുന്നത്. പാകിസ്ഥാനെതിരായ പരമ്പര 2-0 നേടിയ ശേഷമാണ് ബംഗ്ലാദേശ് ടീം ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. പാക് മണ്ണിലെ ചരിത്ര ടെസ്റ്റ് വിജയം ബംഗ്ലാദേശിന് വർദ്ധിത വീര്യം നൽകിയിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലെ പ്രമുഖ സാന്നിധ്യം പേസർ യാഷ് ദയാൽ മാത്രമാണ്. യാഷ് ദയാലിനൊപ്പം ഒരു പറ്റം യുവതാരങ്ങളും റെഡ് ബോൾ ക്രിക്കറ്റിലേക്കുള്ള ക്ഷണം പ്രതീക്ഷിച്ച് ഇന്ത്യൻ ദേശീയ ടീമിന്റെ പടിവാതിൽക്കലുണ്ട്. രോഹിത് ശർമ്മ, ആർ അശ്വിൻ, രവീന്ദ്ര ജഡേജ, വിരാട് കോഹ്ലി തുടങ്ങിയവരെല്ലാം 35 കടന്നു കഴിഞ്ഞു. ഗൗതം ഗംഭീറിന്റെ ശിക്ഷണത്തിന് കീഴിൽ ചില താരങ്ങൾ ടെസ്റ്റ് അരങ്ങേറ്റം നടത്തും എന്നത് ഏകദേശം ഉറപ്പാണ്. ഗംഭീറിന്റെ ശിക്ഷണത്തിൽ ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ സാധ്യതയുള്ള 3 കളിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പടിവാതിൽക്കലുള്ള മുൻനിര കളിക്കാരിൽ ഒരാളാണ് ഇടംകൈ സ്പിന്നറായ ആർ സായ് കിഷോർ. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച ഫോമിലാണ് അദ്ദേഹം. എന്നാൽ രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ എന്നിവർ ഉള്ളതുകൊണ്ട് തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങാനുള്ള അവസരം സായ് കിഷോറിന് ലഭിച്ചിട്ടില്ല. സ്ലോ ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് ബൗളറാണ് 27-കാരനായ സായ് കിഷോർ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 40 മത്സരങ്ങളിൽ 168 വിക്കറ്റും 730 റൺസും സായ് കിഷോർ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ സീസൺ രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയത് സായ് കിഷോർ ആയിരുന്നു. തമിഴ്നാട് ടീമിന്റെ ക്യാപ്റ്റനായ സായ് ദുലീപ് ട്രോഫിയിലും കളിച്ചു. രവീന്ദ്ര ജഡേജയുടെ കരിയർ ഏതാണ്ട് അവസാന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വൈകാതെ സായ് കിഷോറിന് ദേശീയ ടീമിലേക്ക് ക്ഷണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയ്ക്ക് ശേഷം പുതുമുഖങ്ങളിലേക്ക് BCCI നോട്ടം തിരിക്കുമ്പോൾ ആദ്യം എത്തുക സായ് കിഷോറിലേക്കായിരിക്കും. ഗൗതം ഗംഭീറിനും ടീം മാനേജ്മെന്റിനും അടിയുറച്ച വിശ്വാസമുള്ള മറ്റൊരു താരമാണ് റിയാൻ പരാഗ്. 2020 ഏകദിന അരങ്ങേറ്റങ്ങൾ നടത്തിക്കഴിഞ്ഞ താരം ആസാമിനു വേണ്ടി ആഭ്യന്തര ക്രിക്കറ്റിൽ റൺസ് വാരിക്കൂട്ടുന്നുണ്ട്. ബാറ്റിംഗ് മാത്രമല്ല, ഓഫ് സ്പിന്നിലും റിയാൻ പരാഗിന്റെ കഴിവ് ദേശീയ ക്രിക്കറ്റിന് മുതൽക്കൂട്ടാണെന്നതിൽ തർക്കമില്ല. ഇന്ത്യ എക്കൊപ്പം കൂടുതൽ മത്സരങ്ങൾ കളിച്ച് റിയാൻ പരാഗ് ദേശീയ തലത്തിലേക്ക് എത്താൻ വൈകില്ലെന്ന് ചുരുക്കം. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 30 മത്സരങ്ങളിൽ നിന്ന് 1859 റൺസും 50 വിക്കറ്റും റിയാൻ പരാഗിനുണ്ട്. ജസ്പ്രീത് ബുംറയ്ക്ക് പിന്തുണ നൽകാൻ ഇന്ത്യൻ ടീമിൽ മികച്ച ഫാസ്റ്റ് ബൗളർമാരെ ആവശ്യമുണ്ട് എന്നതും വാസ്തവമാണ്. മുഹമ്മദ് ഷമി പരിക്കിൽ നിന്ന് മുക്തനാകാത്തതും മുഹമ്മദ് സിറാജ് ഫോം കണ്ടെത്താൻ വിഷമിക്കുന്നതും ഇന്ത്യൻ ടീം നേരിടുന്ന പ്രശ്നമാണ്. ബംഗ്ലാദേശിനെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ അതുകൊണ്ട് തന്നെ ആകാശ് ദീപ്, യാഷ് ദയാൽ എന്നീ പേസർമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്കൊപ്പം ഹർഷിത് റാണയെ ടീമിലേക്ക് പരിഗണിക്കാത്തതിൽ ആരാധകർ നിരാശയിലാണ്. എന്നാൽ അധികം വൈകാതെ താരം ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. 22-കാരനായ 9 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് 36 വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്.